ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഇതിൽ സബ് ടോപ്പിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഓർ ചലഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഒരു ഡിസൈനർ ശ്രദ്ധിക്കേണ്ട ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വരാൻ ചാൻസ് ഉള്ള ചലഞ്ചസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചലഞ്ചസ് മാത്രമല്ല, ഇതെങ്ങനെ സോൾവ് ചെയ്യാനുള്ള മെത്തഡോളജിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റാണ് ഹെട്രോജിനിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഹെട്രോജിനസ് ആയിട്ടുള്ള കമ്പോണൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള കുറേ ഹെട്രോജിനസ് ആയിട്ടുള്ള കുറേ കമ്പോണൻസുകളുണ്ട്. അവർക്ക് പരസ്പരം ഇൻറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്താണ് ഈ ഹെട്രോജിനസ് കമ്പോണൻസ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് കുറേ കമ്പ്യൂട്ടറുകളുണ്ടല്ലോ, അവ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരുപാട് കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട്, അവ ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഹെട്രോജിനസ് കമ്പോണൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് പരസ്പരം ഇൻറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലേക്ക് ഒരു കമ്പോണൻറ്റ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് റീപ്ലേസ് ചെയ്യാനോ പറ്റണം. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തു, അത് ഈ പറയുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വേറൊരാൾക്ക് വേറൊരു രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റരുത്. വെച്ചാൽ ഇപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുമ്പം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റരുത്. അപ്പോൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ, അത് ഉദ്ദേശിക്കുന്നത്. സ്കേലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അതായത് യൂസേഴ്സിൻ്റെ എണ്ണം, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും ഇതിന് എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളേക്കാൾ കൂടുതൽ നമ്മൾ റിസോഴ്സുകൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആകണം. ഫെയിലിയർ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫെയിലാകുമ്പം ആ പാർട്ട് മാത്രമേ ഫെയിലാകാൻ പാടുള്ളൂ. അപ്പോഴും ബാക്കിയുള്ള മൊത്തം സിസ്റ്റവും വർക്ക് ചെയ്യണം. പാർഷ്യൽ ഫെയിലുവറേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഫെയിലിയർ ഹാൻഡ്ലിംഗിൽ വന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്പെറൻസി. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്? അത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് എല്ലാം ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരിക്കും അത് ഇരിക്കുന്നത് അല്ലേ. റിസോഴ്സുകളും, അതായത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിസോഴ്സുകളും ഡേറ്റാസും എല്ലാം ഡിഫറെൻറ്റ് ലൊക്കേഷൻസുകളായിരിക്കും, ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറുകളിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ യൂസറിന് അറിയരുത്, യൂസറിൻ്റെ മുന്നിൽ അത് ഹിഡൻ ആയിരിക്കണം. അപ്പോൾ ഈ ഓരോ ഇഷ്യൂസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ഹെട്രോജിനിറ്റി. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരുപാട് ഹെട്രോജിനസ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് പരസ്പരം ഇൻറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ ഹെട്രോജിനസ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നെറ്റ്വർക്ക്സ്, ഹാർഡ്വെയർ ആർക്കിടെക്ചേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇൻ്റർനെറ്റ് തന്നെ എടുക്കാം, അവിടെ ഒരുപാട് നെറ്റ്വർക്കുകളില്ലേ. അപ്പോൾ ആ നെറ്റ്വർക്ക് ഇപ്പം വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കുകളുടെ ആ ഡിഫറൻസ് അത് നമുക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഹാർഡ്വെയർ ആർക്കിടെക്ചറിൻ്റെ കേസിൽ പറയാനാണെങ്കിൽ ഈ ചില ഹാർഡ്വെയർസ് ഈ ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല വേറെ ഹാർഡ്വെയർസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, അവിടെയാണെങ്കിൽ ഇപ്പോൾ നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ടൊരു ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു ഹെട്രോജിനസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ വന്നു. അപ്പോൾ അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം യുണിക്സിൻ്റെ സിസ്റ്റം കോൾ പോലെയല്ല വിൻഡോസ് സിസ്റ്റം കോളും. അതായത് എന്താണ്, ഈ നെറ്റ്വർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി
ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണെങ്കിൽ ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ രീതിയിലായിരിക്കും. ഇല്ലെങ്കിൽ ഈ ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള അറേസ്, റെക്കോർഡ്സ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹെട്രോജീനസ് ആയിട്ടുള്ള കമ്പോണൻസ്. അപ്പോൾ ഈ ഡിഫറൻസുകളൊക്കെ നമുക്ക് മാസ്ക് ചെയ്യണം. അതായത് നെറ്റ്വർക്കിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറിൽ വന്ന ഈ ഹെട്രോജിനിറ്റി, ഈ ഡിഫറൻസ് ഇവയെല്ലാം മാസ്ക് ചെയ്യണം, ഒക്കെ കവറപ്പ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? മിഡിൽ വെയർ യൂസ് ചെയ്യാം, മൊബൈൽ കോഡ് യൂസ് ചെയ്യാം. മിഡിൽ വെയർ, അതായത് ഇത് സോഫ്റ്റ്വെയർ ലെയറിലാണ് ഈ മിഡിൽ വെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് പ്രോഗ്രാമിംഗ് അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മിഡിൽ വെയർ ഇപ്പോൾ നെറ്റ്വർക്കിലാണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവയിലൊക്കെ വരുന്ന ഹെട്രോജിനിറ്റിയെ ഇത് മാസ്ക് ചെയ്യുന്നു. മിഡിൽ വെയർ ഉദാഹരണമാണ് ഈ കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ, അല്ലെങ്കിൽ ജാവ RMI ഒക്കെ മിഡിൽ വെയറിലുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. മൊബൈൽ കോഡ്, അപ്പോൾ സാധാരണ ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറൊക്കെ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു സെർവറിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെർവറിന് കൊടുക്കുന്നു, സെർവർ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് ക്ലയൻറ്റ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയല്ലേ സാധാരണ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിലൊക്കെ വരുന്നത്. പക്ഷേ ഈ മൊബൈൽ കോഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇച്ചിരി ഡിഫറെൻറ്റാണ്. ഇവിടെ എന്ന് പറയുമ്പം ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ആ കമ്പ്യൂട്ടർ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് മറ്റൊരു കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിൽ ആ കോഡ് മറ്റൊരു കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്തെടുക്കും. എന്നിട്ട് ആ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യും, എന്നിട്ട് റിസൾട്ട് എടുക്കും. അങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജാവ ആപ്ലെറ്റ് ഒക്കെ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യിക്കുകയല്ല ജാവ ആപ്ലെറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതാണ് മൊബൈൽ കോഡിൽ വരുന്ന കൺസെപ്റ്റ്. വിർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ എന്താ? ഏതൊരു ഹാർഡ്വെയറും ആയിക്കോട്ടെ, എല്ലാ ഹാർഡ്വെയറിലും വ്യത്യസ്ത ഹാർഡ്വെയറിലും നമുക്ക് ഒരേ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി വിർച്വൽ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത ഒരു ചലഞ്ചാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഫേസ് ചെയ്യുന്നത്. അതാണ് ഓപ്പൺനെസ്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എക്സ്റ്റെൻസിബിൾ ആയിരിക്കണം എപ്പോഴും. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു പുതിയ റിസോഴ്സ് ഷെയറിങ് സർവീസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലയൻറ്റ് പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഓപ്പൺനെസ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം നമുക്ക് എക്സ്റ്റെൻഡിബിൾ ആകാൻ പറ്റുന്നുണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെ പലതരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓപ്പൺനെസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺനെസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പബ്ലിഷ് ചെയ്യുക, അതുപോലെ കമ്പോണൻറ്റിൻ്റെ ഇൻ്റർഫേസ് പബ്ലിഷ് ചെയ്യുക. അതിലൂടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് അത് അവൈലബിൾ ആക്കുക. ഇതാണ് ഓപ്പൺനെസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ചലഞ്ചാണ് സെക്യൂരിറ്റി. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ റിസോഴ്സുകളെ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാമോ അങ്ങനെ മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വെച്ചാൽ ഈ ഓതറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഒരു യൂസർ ആ യൂസർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ഓതറൈസേഷൻ എന്ന് പറയുമ്പം ഒരു യൂസർ ആ യൂസറിന് ഇന്ന ടാസ്ക് പെർഫോം ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നാണ് ഓതറൈസേഷനിൽ പറയുന്നത്. ഇനി ഇൻഫർമേഷൻ റിസോഴ്സ് സെക്യൂരിറ്റി ഫോർ ഇൻഫർമേഷൻ റിസോഴ്സസ്, അതിന് മെയിൻലി 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് എന്താ? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഈ റിസോഴ്സുകളെ ഉപയോഗിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇൻറ്റഗ്രിറ്റി, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ റിസോഴ്സിനെ ഓൾട്ടർ ചെയ്യുകയോ കറപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവൈലബിലിറ്റി, റിസോഴ്സുകൾ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഇൻ്റർഫറൻസ് വിത്ത് ദ മീൻസ് ടു ആക്സസ് ദ റിസോഴ്സ്.
അതായത് റിസോഴ്സ് ആക്സസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റർഫറൻസസ് അവയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. സെക്യൂരിറ്റി മെക്കാനിസത്തിൽ വരുന്ന മെയിൻ ആണ് 3 കൺസെപ്റ്റാണ് എൻക്രിപ്ഷൻ, ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ. അപ്പം എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് നമ്മുടെ കയ്യിലൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ഫോമിൽ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെ എൻക്രിപ്ഷൻ. ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾ ഇന്ന ആൾ തന്നെയാണോ എന്ന് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് യൂസർ നെയിം ഉപയോഗിച്ചിട്ടൊക്കെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നു. ഓതറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു പർട്ടിക്കുലർ ആൾ, യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാം, ആ യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഇന്ന ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ഉള്ള എന്താണ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ഓതറൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ചലഞ്ചസിൽ വന്ന മെയിൻ 2 പ്രോബ്ലംസ് ആണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കും സെക്യൂരിറ്റി ഓഫ് മൊബൈൽ കോഡും. അതായത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ശരിക്കും ഒരു റിസോഴ്സുകളുണ്ട്, ആ റിസോഴ്സുകളെ യൂസ് ചെയ്യേണ്ട കുറച്ച് യൂസേഴ്സ് ഉണ്ട്. പക്ഷേ ആ യൂസേഴ്സിന് ആ റിസോഴ്സുകളെ ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. ഇങ്ങനെ എന്താ പ്രശ്നം? എങ്ങനെയാ? അതായത് ഇപ്പം വേറെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രോഗ്രാമോ യൂസേഴ്സോ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ശരിക്കും ആർക്കാണോ ആ സർവീസ് ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്, ആ അവൈലബിൾ ആയിട്ടുള്ള ആ യൂസർ വന്ന് സർവീസ് റിക്വസ്റ്റ് കൊടുക്കുമ്പം സർവീസ് ഡിനൈൽ ആയി പോകുന്നു. അതായത് ലാർജ് നമ്പർ ഓഫ് പോയിന്റ്ലെസ് ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നു. അങ്ങനെ വരുന്നതിലൂടെ കൂടി ശരിക്കും ഇൻറ്റൻഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ആ സർവീസുകൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി സെക്യൂരിറ്റി ഓഫ് മൊബൈൽ കോഡ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൊബൈൽ കോഡ് എന്താന്ന്. അതെന്തായിരുന്നു? അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഒരു പർട്ടിക്കുലർ കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്നും ആ കോഡ് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ കമ്പ്യൂട്ടർ ഏതാണോ വേണ്ട കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് മൂലമുള്ള സെക്യൂരിറ്റി പ്രോബ്ലം എന്താണ്? അതായത് ഇപ്പം നമുക്കൊരു ഇമെയിലൊക്കെ വരുന്നു. ആ ഇമെയിലിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചറോ എല്ലാം കാണും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പിക്ചറിൻ്റെ കൂടെ ഒരു മൊബൈൽ കോഡും കൂടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയിട്ട് ഇൻസ്റ്റാൾ ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കോഡ് നമ്മൾ അറിയാതെ നമ്മുടെ സിസ്റ്റത്തിലെ റിസോഴ്സുകളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ഓണറിന് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ് സർവീസ് അറ്റാക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഈ മൊബൈൽ കോഡിന് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇഷ്യൂ ഓർ ചലഞ്ചാണ് സ്കെയിലബിലിറ്റി. അപ്പോൾ ഈ സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞാലും കൂടിയാലും, അതായത് ഇൻട്രാനെറ്റ് ആണെങ്കിലും, ഇൻട്രാനെറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതോ ഭയങ്കര വലിയ കളക്ഷൻ ഓഫ് ഇൻട്രാനെറ്റ് ആയാലും വലിപ്പം കുറഞ്ഞാലും കൂടിയാലും സ്കെയിലബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എഫക്റ്റീവ്ലി എഫിഷ്യൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് റിസോഴ്സുകളുടെ അളവും അത് ഉപയോഗിക്കുന്ന യൂസേഴ്സിൻ്റെ അളവും ക്രമാതീതമായി ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ സ്കെയിലബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ വരുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോളിങ് ദ കോസ്റ്റ് ഓഫ് ഫിസിക്കൽ റിസോഴ്സ്. അതായത് റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുമ്പോൾ സിസ്റ്റത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, ആ റിസോഴ്സുകളെ ആഡ് ചെയ്തുകൊണ്ട്. പക്ഷെ അങ്ങനെ സിസ്റ്റത്തിന് റിസോഴ്സുകൾ ആഡ് ചെയ്ത് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടാൻ പാടില്ല. റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഡിസൈനർ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ കൊണ്ടുവരണം. കൺട്രോളിങ് ദ പെർഫോമൻസ് ലോസ്റ്റ്. അപ്പോൾ ഈ ഹൈറാർക്കിക് സ്ട്രക്ചേഴ്സിലൊക്കെ സൈസ് കൂടുമ്പം പെർഫോമൻസ് കുറയും. ഈ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഡേറ്റസിലൊക്കെ
ഡേറ്റാസിനെ ആക്സസ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ബിഗ് ഓഫ് ഒ ഓഫ് ലോഗ് എൻ ആണ്. എൻ എന്ന് പറയുന്ന ഡേറ്റ സൈസ് ആണ്. ഒരു സിസ്റ്റം സ്കെയിലബിൾ ആകണമെങ്കിൽ മാക്സിമം പെർഫോമൻസ് ലോസ് ഈ പറയുന്ന ഈ ബിഗ് ഒ ഓഫ് ലോഗ് എന്നിനേക്കാളും കൂടുതലാകരുത്, വേഴ്സ് ആകരുത്. പ്രിവെൻറ്റിങ് സോഫ്റ്റ്വെയർ റിസോഴ്സ് റണ്ണിങ് ഔട്ട്. അതായത് 1970s കാലഘട്ടത്തിലൊക്കെയാണ് ഈ ഐ പി അഡ്രസ്സൊക്കെ 32 ബിറ്റ് ആക്കിയത്. പക്ഷേ ഐ പി അഡ്രസ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോ കമ്പ്യൂട്ടറിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്രസ്സ് അല്ലേ ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊന്നും അത്രയും കമ്പ്യൂട്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐ പി അഡ്രസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 32 ബിറ്റിന് ഐ പി അഡ്രസ് കൊണ്ട് സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് പറ്റി, കൂടുതലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, 128 ബിറ്റിലേക്ക് അതിനെ ഇൻക്രീസ് ചെയ്തു. അതായത് IPv4 നിന്നും IPv6 കൺവേർട്ട് ചെയ്തു. അപ്പം പുതിയ ടെക്നോളജീസും പുതിയ റിക്വയർമെൻറ്റും വരുമ്പോൾ സോഫ്റ്റ്വെയർ റിസോഴ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. റണ്ണിങ് ഔട്ട് ആവുന്ന അതെന്ന് പറയുന്നത് ഒരു മേജർ ചലഞ്ചാണ്. സ്കെയിലബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് ഫെസിലിറ്റിയാണ് ക്യാഷിങ്ങും റെപ്ലിക്കേഷനും. നെക്സ്റ്റ് ഫീച്ചറാണ് ഫെയിലുവർ ഹാൻഡ്ലിങ്. അപ്പം ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഫെയിലായാൽ അത് ആ ഫെയിലുവർ ഹോൾ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഫെയിലുവർ പാർഷ്യൽ ആയിരിക്കണം. ഫെയിലുവേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ പലതരത്തിലുണ്ട്. ഡിറ്റക്റ്റിംഗ് ഫെയിലുവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഫെയിലുവേഴ്സ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചെക്ക് സംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഫയലിലുള്ള കറപ്റ്റ് ഡേറ്റാസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാസ്കിംഗ് ഫെയിലുവേഴ്സ്, അതായത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാത്ത ചില ഫെയിലുവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാസ്ക് ചെയ്യാം ഡിറ്റക്റ്റ് ചെയ്തിട്ട്. എന്നുവെച്ചാൽ മാസ്ക് എന്ന് വെച്ചാൽ ഹിഡൻ ആക്കി വെക്കാം. അങ്ങനെ ഹിഡൻ ആക്കി വെക്കാനായിട്ട് രണ്ട് വഴികളുണ്ട്. ഒന്നെങ്കിൽ ഇപ്പം ആ കറപ്റ്റ് ചെയ്ത് വന്ന ആ മെസ്സേജ് ഇല്ലേ, അതിന് ഒന്നുകൂടെ റീട്രാൻസ്മിറ്റ് ചെയ്യാം. ഫെയിലുവറായിട്ട് നിങ്ങൾ കറപ്റ്റ് മെസ്സേജ് വന്നാൽ അതിന് റീട്രാൻസ്മിഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫയലൊക്കെയാണ് കറപ്റ്റ് ആകുന്നതെങ്കിൽ നമുക്ക് ആ ഫയലിന് റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോപ്പീസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫയൽ കറപ്റ്റ് ആയെങ്കിൽ നമുക്ക് ആ കോപ്പിയിൽ നിന്ന് ഒരെണ്ണെടുത്ത് റിക്കവർ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ഫെയിലേഴ്സിനെ മാസ്ക് ചെയ്യാം. നെക്സ്റ്റ് ടോളറേറ്റിംഗ് ഫെയിലുവർ. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഭയങ്കര ലാർജ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഫെയിലുവേഴ്സിനും ഡിറ്റക്റ്റ് ചെയ്യുകയും ഹൈഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ ക്ലയൻസിനാണെങ്കിലും ഈ ഫെയിലുവേഴ്സിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പം ഈ വെബ് ബ്രൗസർ വെബ് സെർവറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ കണക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം യൂസർ അപ്പോഴും നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ വെബ് ബ്രൗസർ എടുത്ത് നമ്മളെ സെർവറിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. സെർവറിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ നേരം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പം എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, റീലോഡെന്നോ അല്ലെങ്കിൽ ടൈം ഔട്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെ യൂസേഴ്സിനോട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. സൊല്യൂഷൻ പറയും, ഇങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ടൈം ഔട്ട് എന്ന് പറഞ്ഞൊക്കെ കാണിക്കണം എന്ന് പറയുകയാണ്. അടുത്ത റിക്കവറി ഫ്രം ഫെയിലുവർ. ഇവിടെ അതായത് ഇപ്പം സെർവർ പെട്ടെന്ന് ക്രാഷ് ആകുമ്പം നേരത്തെ ഏത് പൊസിഷനിലാണോ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ പൊസിഷനിലേക്ക് റോൾ ബാക്ക് ചെയ്ത് അവിടെ വെച്ച് പിന്നെയും പഴയ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് റിക്കവറി ഫ്രം ഫെയിലുവർ എന്ന് പറയുന്നത്. റിഡൻസി, ഇപ്പം ഇവിടെ എല്ലാത്തിലും പറയുന്നത് എന്താണ്, ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ പറയുന്നത് എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതാണ് ഇവിടെ എല്ലാത്തിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത റെഡുഡൻസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ എന്ന് പറയുമ്പോൾ റെഡൻഡ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റാസ് റെഡൻഡ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റൊരു കോപ്പി അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അതാണ് റെഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം
ഇപ്പോൾ റൂട്ടറുണ്ട്, 2 റൂട്ടറുണ്ട്. ആ റൂട്ടറിൻ്റെ അങ്ങനെ 2 റൂട്ടർ ഉണ്ടെങ്കിൽ ആ 2 റൂട്ടറിൻ്റെ ഇടയ്ക്ക് 2 റൂട്ടുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു റൂട്ട് ഫെയിലിയർ ആയാൽ നമുക്ക് മറ്റേ റൂട്ടിൽ കൂടെ പാക്കറ്റും കൊണ്ട് പോകാമല്ലോ. ഇനി ഇപ്പോൾ ഡൊമെയിൻ നെയിം സിസ്റ്റം കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു സെർവറിൽ ഒരു നെയിം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ സെർവേഴ്സിൽ ഈ നെയിം ടേബിളിൻ്റെ കോപ്പീസ് നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെർവർ ക്രാഷ് ആവുകയാണെങ്കിൽ നമുക്ക് മറ്റേ സെർവറിൽ നിന്ന് നെയിം ടേബിളിൻ്റെ കോപ്പി എടുത്ത് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റാബേസ് ആണെങ്കിലും നമുക്ക് പല സെർവേഴ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും സെർവർ ക്രാഷ് ആയി കഴിഞ്ഞാലും നമുക്ക് മറ്റൊരു സെർവറിൽ പോയി ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഫെയിലിയർ വന്നാൽ എങ്ങനെ നമുക്ക് റെഡൻസി ഉപയോഗിച്ചിട്ട് ഈ ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഇതിലൊക്കെ പറയുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റാണ് കൺകറൻസി. കൺകറൻസി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള സർവീസുകളാണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ ക്ലയൻറ്റ്സ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സമയം മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് സേഫ് ആയിട്ടിരിക്കണം. അതായത് ആ കൺകറന്റ് എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ഓപ്പറേഷൻസ് സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഇരിക്കണം. ഡേറ്റാസ് എപ്പോഴും കൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കണം. ഇതൊക്കെ ഒരു ഡിസൈനർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഫീച്ചറായിട്ടും പറയാം, അല്ലെങ്കിൽ ഇതൊക്കെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നും പറയാം. കൺകറൻസി. ഇപ്പോൾ ഈ കൺകറൻസി നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോമൺലി എന്ത് ഉപയോഗിക്കാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ സെമാഫോർസ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യത്തില്ലേ? അതൊക്കെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പെറൻസി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ലൊക്കേഷനുകളായിട്ട് കമ്പ്യൂട്ടറുകൾ ഡിഫറെൻറ്റ് ഡേറ്റാസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർസ് ഇവയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസറിൽ നിന്നും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുക എന്നതാണ്. അതായത് ഒരു സിസ്റ്റം അത് ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് കാണിക്കാതെ ഒരു ഹോൾ സിസ്റ്റം എന്ന രീതിയിൽ കാണിക്കുക. അതാണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പെറൻസി പല ടൈപ്പ് ഉണ്ട്. ആക്സസ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പം ഇവിടെ ലോക്കൽ ആൻഡ് റിമോട്ട് റിസോഴ്സുകൾക്ക് ഐഡൻറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് റിസോഴ്സുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യൂസറുണ്ട്, ആ യൂസറിന് ലോക്കലായിട്ടുള്ള റിസോഴ്സ്, അതായത് ആ യൂസറിൻ്റെ സ്വന്തം സിസ്റ്റത്തിൽ ഇരിക്കുന്ന റിസോഴ്സുകളും അതുപോലെ മറ്റൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന റിസോഴ്സുകളും ഒരേ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ലൊക്കേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റിസോഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്, ഏത് നെറ്റ്വർക്കിലാണ് ഇരിക്കുന്നത് എന്ന് ഉള്ള നോളജ് ഇല്ലാതെ തന്നെ ഒരു യൂസറിന് റിസോഴ്സുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് ഇത് ദൂരെയാണ് ഇരിക്കുന്നത്, ഇത് അടുത്തായതുകൊണ്ട് പെട്ടെന്ന് കിട്ടും, അങ്ങനെയുള്ള ഇതൊന്നുമല്ല. എല്ലാ റിസോഴ്സുകളും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മൊത്തം നമ്മൾ കുറേ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സുകളാണെങ്കിൽ നമ്മളത് ഹോൾ സിസ്റ്റമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ റിസോഴ്സ് ആക്സസ് ചെയ്യുമ്പോൾ അത് യൂസർ അറിയരുത് അത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാതെ തന്നെ അവർക്ക് ആ റിസോഴ്സുകളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം എളുപ്പത്തിൽ. കൺകറൻസി ട്രാൻസ്പെറൻസി ഇവിടെ എന്ന് പറയുമ്പം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഉള്ള റിസോഴ്സുകളൊക്കെ ഷെയർഡ് ആയിരിക്കുമല്ലോ. ഒരേ സമയം പല യൂസേഴ്സ് അവയെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പം അവരവരുടെ ആ ഓപ്പറേഷൻസ് പരസ്പരം ഇൻ്റർഫെയർ ചെയ്യാതെ തന്നെ ഈ എല്ലാ പ്രോസസ്സുകളും കൺകറൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. റെപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി ഇവിടെ എന്ന് പറയുമ്പം ഇവിടെ ഇപ്പം കൂടുതൽ റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു റിസോഴ്സിൻ്റെ പല കോപ്പീസ് പല സെർവറുകളിലായിട്ട് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് റെഡൻഡൻ്റ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പം ഈ യൂസർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഒരു റിസോഴ്സ് വേണമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ആ റിസോഴ്സിൻ്റെ റിപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോപ്പിയാണ് എന്ന് ഉള്ള നോളജ് ഈ അറിയാതെ തന്നെ അത് ഇവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റരുത്. ആ രീതിയിൽ
ഉള്ള ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. അതാ പറയുന്നത് enables multiple instances of resources to be used to increase reliability and performance without knowledge of the replicas by users or application programmers. Next, failure transparency. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് വന്നു, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയർ വന്നു എങ്കിൽ പോലും യൂസേഴ്സിനും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനും അവരെന്താണോ ടാസ്ക് പെർഫോം ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസിൽ ഫെയിലിയർ ഉണ്ടായാൽ പോലും. അതാണ് ഫെയിലുവർ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇനി മൊബിലിറ്റി ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു സിസ്റ്റത്തിൽ റിസോഴ്സുകളും ക്ലയൻസിൻ്റെയും മൂവ്മെൻറ്റ് അലോ ചെയ്യണം, യൂസേഴ്സ് പ്രോഗ്രാംസിൻ്റെ ഓപ്പറേഷൻസ് അഫക്റ്റ് ചെയ്യാതെ തന്നെ. അതാണ് മൊബിലിറ്റി ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ചലഞ്ചസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, രണ്ടെണ്ണം കൂടെ ഉണ്ട്, പെർഫോമൻസ് ട്രാൻസ്പെറൻസിയും സ്കെയിലിംഗ് ട്രാൻസ്പെറൻസിയും. പെർഫോമൻസ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് ഈ സിസ്റ്റത്തിലുള്ള ലോഡ് കൂടുകയും കുറയുകയും അനുസരിച്ച് സിസ്റ്റത്തിൽ നമുക്ക് എളുപ്പത്തിൽ റീകോൺഫിഗർ ചെയ്യാൻ പറ്റണം. സ്കെയിലിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഈ ഇപ്പോൾ സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അതിൽ, അതായത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലേക്ക് പിന്നെയും ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ റിസോഴ്സുകൾ എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അൽഗോരിതംസ് അല്ലെങ്കിൽ സിസ്റ്റം സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈ സിസ്റ്റത്തെ വികസിപ്പിക്കാൻ പറ്റണം. അതാണ് സ്കെയിലിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ട്രാൻസ്പെറൻസിയും കൂടെ ഉണ്ട്. ആക്സസ് ആൻഡ് ലൊക്കേഷൻ ട്രാൻസ്പെറൻസി നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ രണ്ട് ടോപ്പിക്കാണ് ആക്സസ് ആൻഡ് ലൊക്കേഷൻ ട്രാൻസ്പെറൻസി. അപ്പോൾ ഇവ ഒരുമിച്ച് ചേർന്ന് നമുക്ക് നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസി എന്നും പറയാം. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസിയുടെ പ്രസൻസും ആബ്സെൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ചാലഞ്ചസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ആണ്. എല്ലാവർക്കും ടോപ്പിക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.